നമുക്ക് മതസൗഹാർദ്ദം എന്നതിന് പകരം മാനവിക സൗഹാർദ്ദം എന്നാക്കിക്കൂടെ? ഇനി അങ്ങോട്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. മതമില്ലാത്തൊരു വലിയ വിഭാഗം ലോകത്ത് ജീവിക്കണ്ടല്ലോ, അവരെയും കൂടെ ചേരും, അവരും കൂടി ഉൾപ്പെടും മാനവിക സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും സമുന്നതമായ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് തുടങ്ങുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടായി. മഹാന്മാരായ രാജേന്ദ്ര പ്രസാദിനെ പോലെ, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ, അതുപോലെ BR അംബേദ്കറിനെ പോലെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, KM മുൻഷിയെ പോലെ ധാരാളം ആളുകൾ ഭരണഘടനയുടെ ചർച്ചയിലുണ്ടായി, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. ഇപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് തുടങ്ങിക്കൂടെ? അപ്പം നല്ല ബുദ്ധിയുള്ള ആളുകൾ എഴുന്നേറ്റ് ചോദിച്ചു, ശരി, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമുണ്ട് ഇന്ത്യയിൽ, ദൈവത്തിൽ വിശ്വസിക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും മോഡറേറ്ററാണ് ഭരണഘടന. അതുകൊണ്ട് ഭരണഘടനയിൽ ദൈവനാമത്തിൽ എന്ന് തുടങ്ങേണ്ടതില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യമറിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഇന്ത്യക്കാർ, വലിയ വ്യത്യാസമാണത്. അതുപോലെ തന്നെയാണ് മാനവിക സൗഹാർദ്ദ സമ്മേളനം എന്ന് ഇനി അങ്ങോട്ട് നമ്മൾ ഏത് സമ്മേളനം വിളിക്കുകയാണെങ്കിലും മതസൗഹാർദ്ദ സമ്മേളനം എന്നതിനേക്കാൾ മാനവിക സൗഹാർദ്ദം. അപ്പം അതിലെല്ലാവരും വന്നു, എല്ലാ ജനപദവും വന്നു. പിന്നെ നമ്മൾ തെളിച്ച് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, മതസൗഹാർദ്ദം എന്നൊരു സംഗതി ഇല്ല. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമില്ല, മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം. ഞാൻ ലളിതമായി പറയാം, ഞാനൊരു അമ്പലത്തിലാണ് പ്രസംഗിക്കുന്നത്. ഞാൻ ഇവിടെ ആരാധിക്കാൻ വരാറില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. മസ്ജിദിൽ നിന്ന് നമസ്കരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ചർച്ചിലെ ആരാധനക്ക് നേതൃത്വം നൽകുന്ന ആദരണീയനായ നമ്മുടെ ഫാദർ, 3 മതത്തിൻ്റെ ഒരു സന്യാസി, ഒരു ഫാദർ, ഒരു മൗലവി, അങ്ങനെ വിചാരിച്ചോളൂ. നമ്മൾ 3 വിഭാഗം ആളുകളോട് പങ്കെടുക്കുന്നു. 3 ആളുടെയും മതം ആശയപരമായി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ മതങ്ങൾ തമ്മിൽ സൗഹൃദമില്ല. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഫാദർ. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ. ദൈവപുത്രൻ എന്ന് വിശ്വസിച്ചാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവും. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകൻ, അച്ഛൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രൻ, അല്ലേ? ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നവരുണ്ട്, മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നവരുണ്ട്. അപ്പം മതങ്ങൾ തമ്മിൽ സൗഹൃദമില്ല. കാരണം ഒരാൾക്ക് എന്ത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ മറ്റേതിൽ പോവാത്തത്. നേരെ മറിച്ച് അമ്പലത്തിൽ പോകുന്ന ഭാസ്കരനോട്, അമ്പലത്തിൽ പോകുന്ന പ്രകാശനോട്, പള്ളിയിൽ പോകുന്ന എനിക്ക് വിരോധം ഉണ്ടാകാൻ പാടില്ല. ഞാൻ എൻ്റെ മതം എത്ര പ്രാധാന്യത്തോടു കൂടി കാണുന്നുവോ, എത്ര ആത്മാർത്ഥമായി ഞാൻ എൻ്റെ മതത്തെ സ്വീകരിക്കുന്നുവോ, അതുപോലെ എൻ്റെ ബാലന് അവൻ്റെ ക്ഷേത്രം വലുതായി കാണാനും ആ ക്ഷേത്രത്തിൽ ആരാധനയാണ് മോക്ഷദായകമായത് എന്ന് വിശ്വസിക്കാനും അവൻ അവകാശമുണ്ട് എന്ന് ഞാൻ വകവെച്ചു കൊടുക്കുകയും, ആ അർത്ഥത്തിൽ ഞങ്ങളൊക്കെ ഈ ലോകത്തിലെ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, സഹോദരങ്ങളാണ്, ഇന്ത്യക്കാരാണ്. ഞങ്ങളുടെ വിശ്വാസം 2 എങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇതിനാണ് മാനവിക സൗഹാർദ്ദം എന്ന് പറയാം. മതസൗഹാർദ്ദം ഒരിക്കലും ഇല്ല. അത് നമ്മൾ പ്രയോഗിച്ച് ശീലിച്ചത് കൊണ്ട് നമ്മൾ ശീലിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് മാനവിക സൗഹാർദ്ദം. അപ്പം നമുക്ക് ഒരു നിരീശ്വരവാദിയെ ക്ഷണിക്കാം. അഘോരമതം എന്ന് പറഞ്ഞാൽ നിരീശ്വരത്വത്തെ അധിഷ്ഠിതമാണ്. ചാർവാകമതം, ചാർവാകമുനി, ഈ ചാർവാക നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമാണ്. കണാദന്റെ വൈശേഷികം നമുക്കറിയാം. ദ്വൈത സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം, വിശിഷ്ടാദ്വൈതം, ശങ്കരാചാര്യർ, മാധ്വാചാര്യർ, അതുപോലെ ഇതെല്ലാം വ്യത്യസ്തമാണ്. ചിന്തകൾ പോലും വ്യത്യസ്തമാണ്. ആ വൈവിധ്യതയാണ് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടത്. ആ വൈവിധ്യത അംഗീകരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്. അതായത് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരും ഒരഭിപ്രായം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയല്ല, ഒരു രാജ്യത്തുള്ള, ഇപ്പം നമ്മുടെ ഇന്ത്യ 130 കോടി മനുഷ്യരുണ്ട്. ഈ 130 കോടി മനുഷ്യരിൽ ഒരാളൊഴികെ, ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരും ഒരേ അഭിപ്രായം. ഒരു കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരാളൊഴികെ. വിൻസ്റ്റൺ ചർച്ചിൽ പറയാണ്, ആ ഒരാൾക്ക് ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നിട്ട് അയാൾക്ക് നിങ്ങളോടൊക്കെ വിയോജിക്കാൻ, ഈ 130 കോടി മനുഷ്യരിൽ ഞാൻ മാത്രം വേറിട്ട് നിൽക്കുന്നു, എൻ്റെ കാഴ്ചപ്പാട് ഇതല്ല എന്ന് അയാൾക്ക് പറയാൻ എപ്പോൾ ബാക്കിയുള്ളവർക്കിടയിൽ അയാൾക്ക് അവകാശം കിട്ടുന്നുവോ അപ്പോഴാണത്രേ
ഒരു രാജ്യം സ്വാതന്ത്ര്യമാകുന്നത്. എത്ര മേന്മയേറിയ ഒരു വാക്കാണ്. ഈ സ്റ്റേജിലുള്ള ഒരാൾക്ക് എന്നോട് വിയോജിക്കാൻ ഞാൻ തുറന്ന ഹൃദയത്തോട് അവസരം കൊടുക്കുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും എന്തല്ല, ഒരേ മതത്തിൽപ്പെട്ടവരല്ല, ഒരേ ചിന്താഗതിക്കാരല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ നമ്മൾ എല്ലാവരും കൂടി കയറുന്നു, ഒരു 19 ആള്. ഒരാൾ പറയുന്നു എനിക്ക് പാൽ ചായ മതി, പാൽ ചായ മതി. വേറൊരാൾ പറയുന്നു എനിക്ക് സുലൈമാനി കട്ടൻ ചായ മതി, അതിന് സോഫ്റ്റ് ആയിട്ട് വേണം, ഹാർഡായിട്ട് വേണ്ട. ഒരാൾ പറയുന്നു പൊടിച്ചായ വേണം. ഒരാൾ നമ്മൾ സാധാരണ പാലൊഴിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിക്കുന്നതിന് പാൽ ചായ എന്ന് പറയാം. കാപ്പി വേണമെന്ന് പറയും. 10 ആൾ കയറിയ 10 ടൈപ്പ് ചായയാണ്. എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കുടിക്കുന്ന ചായ മാത്രം കുടിച്ചാൽ മതി നീ ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് ഫാസിസം. മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന ഗ്രന്ഥമുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനായ വിൽഹം റീഹ് എഴുതിയ മനോഹരമായ പുസ്തകമാണ് മാസ് സൈക്കോളജി ഓഫ് ഫാസിസം. ആ പുസ്തകത്തിൽ പറയുന്നതെന്നറിയോ, അസഹ്യതയാണ് ഫാസിസം. അതായത് ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത ആളാണ്. എനിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എൻ്റെ പാർട്ടി എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. എനിക്ക് കോൺഗ്രസിലൊരു വ്യക്തിയോട് അസഹ്യത, അല്ലെങ്കിൽ CPM-നോട് അസഹ്യത. ആ അസഹ്യത എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരായിട്ട് കാര്യമല്ല, ഞാൻ ഫാസിസ്റ്റാണ്. അതായത് എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ സഹിക്കുക എന്നതാണ് സഹിഷ്ണുത. ഇൻടോളറൻസ് എന്ന് പറയുന്നത് എന്താ അറിയോ, എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ഇവിടെ ഉണ്ടാകാനേ പാടില്ല. അതായത് ഒരു ഹൈന്ദവന് അയാൾക്ക് എന്ത് മനസ്സിലാക്കാം, സനാതന ധർമ്മമാണ് മോക്ഷത്തിനുള്ള മാർഗം എന്നയാൾക്ക് മനസ്സിലാക്കാം. അതാണ് ശരിയെന്നും അയാൾക്ക് പറയാം, കുഴപ്പമില്ല. പക്ഷേ അപരൻ്റെതൊന്നും ശരിയല്ല, അതൊന്നും ഇവിടെ നിലക്കാനും പാടില്ല എന്നയാൾ വാദിച്ചാൽ വിഷയം മാറി. നിങ്ങൾ നോക്ക്, ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുഴുവൻ ഇളകി, ലോകം മുഴുവൻ ഇളകി. എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എല്ലാവരും ഒറ്റക്കെട്ടാന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എല്ലാ ആളുകളും ഇന്ത്യ നിലനിൽക്കണം എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇന്ത്യ നിലനിൽക്കണം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബഹുസ്വരത നിലനിൽക്കാൻ. അതായത് സ്റ്റേജിലിരിക്കുന്ന ഫാദറിന്റെ വിശ്വാസം ഫാദറിനും, മതം വേണ്ട, ദൈവം വേണ്ട, ഈശ്വര വിശ്വാസം വേണ്ട, പ്രവാചകന്മാർ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. അയാൾക്ക് അതും വിശ്വസിക്കാൻ, അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നാട്, അതാണ് നമ്മുടെ നാട്. അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് ആയിത്തീരേണ്ടത്. അപ്പോഴാണ് നമ്മൾ എന്താവുക? നമ്മൾ ശരിക്കും ഭാരതീയരാവുക. ഞാൻ ഉദാഹരണം പറയാം. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലെ കൊളംബസ് ഓഡിറ്റോറിയത്തിൽ 4000 ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്റ്റേജിലിരുന്നു. സ്വാമിജിയെ പോലെ തലമുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രം ധരിച്ച് 30 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സ്, 2 റിപ്പോർട്ടുമുണ്ട്. 32 എന്ന് പറയാ, 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു വലിയ ചെറുപ്പക്കാരൻ. ആ അദ്ദേഹത്തെ നോക്കി കോട്ടും സൂട്ടൂട്ട സായിപ്പന്മാര് പരിഹസിച്ചു. എന്നും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ നോക്കി പലരും പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ ഊഴം വന്നു, അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു. എന്നെ നിങ്ങൾ ക്ഷണിച്ച പോലെ, സ്വാമിജിയെ നിങ്ങൾ ക്ഷണിച്ച പോലെ, പള്ളിയിൽ നിങ്ങൾ ക്ഷണിച്ച പോലെ. സ്വാമി വിവേകാനന്ദൻ മെല്ലെ വന്നു. അരയാലില പോലെ അഭിരസ്പന്ദനം ചെയ്ത ജനങ്ങളെ നോക്കി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക. സ്തബ്ധമായി പോയി അമേരിക്ക. അമേരിക്കൻ ജനത ഒന്നടങ്കം ആ കൊളംബസ് ഓഡിറ്റോറിയത്തിലെ 4000 ആളുകൾ എഴുന്നേറ്റ് നിന്നു. അറിയാതെ, ആരും പറഞ്ഞിട്ടല്ല, ആരും ആജ്ഞാപിച്ചിട്ടല്ല, ആരും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് എണീച്ചു. അത്ഭുതമാണ്. ഒരു ബട്ടൺ ഞെക്കിയ പോലെ, അതായത് അവരുടെ ചന്തിയുടെ അടിയിൽ സ്പ്രിംഗ് ഉള്ള പോലെ 4000 ആളുകൾ എഴുന്നേറ്റ് നിന്നു. എന്തിന്? മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക എന്ന് അദ്ദേഹം പറഞ്ഞു തീരുമ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. 5 മിനിറ്റ് കൈയടിച്ചു അവര്. 5 മിനിറ്റ്. അതുവരെ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭർ അവിടെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അവരൊക്കെ എന്താ പറഞ്ഞത്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അത് അവരെല്ലാരും പറഞ്ഞു. പക്ഷെ വിവേകാനന്ദൻ പറഞ്ഞോ, മൈ ബ്രദേഴ്സ്, എന്റെ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനെ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം ലോകമായിരുന്നു തറവാട്, വസുദൈവ കുടുംബകം. നിങ്ങൾക്കറിയാം, എത്ര വിശ്വംഭവത്യേകനീടം ഒരു സംസ്കൃത ശ്ലോകമാണ്. നോക്കൂ എന്താ പറയുന്നത്? എത്ര വിശ്വംഭവത്യേകനീടം. ഒരു കിളിക്കൂട് പോലെയാണ് ലോകം. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം.
ലോകത്തെവിടെയാണോ മനുഷ്യർ, അതാണ് അവൻ പൗരനാകാനുള്ളത്. അമേരിക്കയിൽ ഒരു കുട്ടി ജനിച്ചു, ബോൺ ഇൻ അമേരിക്ക, ബോൺ ഇൻ കാനഡ, ബോൺ ഇൻ ജർമ്മനി, എങ്കിൽ അവൻ പൗരനായി. കടലാസ് കാണിക്കണ്ട. കാരണം പട്ടിയെ പട്ടിയായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നായയെ നായയായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷിക്ക് ഇവിടെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ജനിക്കുന്നതോടുകൂടെ അവൻ പൗരനായി. പൗരനായി പൗരനായി അതാണ് ലോകവീക്ഷണം, മതവീക്ഷണം. സ്വാമി വിവേകാനന്ദൻ ഏറ്റവും രസം എന്തറിയോ, ലോക ചരിത്രത്തിൽ തന്നെ പരിശോധിച്ചാൽ 5 മിനിറ്റ് എല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റ് കയ്യടിച്ചൊരു ചരിത്രം ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദന് മാത്രമേ ഉണ്ടാവുക. അതൊരു വല്ലാത്ത ചരിത്രവുമാണ്. നമ്മുടെ ഇന്ത്യയെ മോശമാക്കരുത്, നമ്മുടെ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ തരം താഴ്ത്തരുത്. ഞാൻ എല്ലാവരോടും പറയും, ഞാൻ ജനിച്ചത് ഈ നാട്ടിലാണ്. എൻ്റെ ഉപ്പ ഒരു PWD എഞ്ചിനീയർ ആയിരുന്നു. രാജൻ കൊലക്കേസ് നടക്കുമ്പോൾ കക്കയം ഡാമിൽ എൻ്റെ ഉപ്പാനെ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് സണ്ണി അബൂബക്കർ എന്നായിരുന്നു എൻ്റെ ഉപ്പാനെ വിളിച്ചിരുന്നത്. എൻ്റെ ഉപ്പാന്റെ മൂത്ത മോന്റെ പേര് ബാലൻ എന്നാണ്. ആ ബാലനെ പൊറ്റിയത് ഉപ്പയാണ്. ബാലന് 60 വയസ്സായി, എൻ്റെ ഉപ്പാക്ക് 80 വയസ്സായി. ഒരു ഹൈന്ദവ സഹോദരി ഉപേക്ഷിച്ച് തെരുവിലിട്ട കുട്ടിയാണ് എൻ്റെ വീട്ടിൽ വരുന്നത്, ബിലാലായിട്ട് എൻ്റെ കൂടെ. ആരാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരാണ് എന്ന് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു. അമേരിക്കക്കാരോടൊരു ചോദ്യം, പുറത്താക്കലിന്റെ ഇംഗ്ലീഷ് എന്താ? വീട്ടിൽ നിന്ന് പുറത്താക്കുക, അമ്പലത്തിൽ നിന്ന് പുറത്താക്കുക, പള്ളിയിൽ നിന്ന് പുറത്താക്കുക, അതുള്ള കുട്ടീനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക, ഇതൊക്കെ ഇവിടെ ചർച്ചയാണ്. ആ ചർച്ചയുടെ എല്ലാ വശവും പറയാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ എനിക്ക് സമയം തന്നാൽ 5 മണിക്കൂറല്ല 50 മണിക്കൂർ പ്രസംഗിക്കും ഞാൻ ഇവിടെ. പക്ഷേ എൻ്റെ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് 50 കൊല്ലം ചിന്തിക്കാനുള്ളത് വിട്ടേച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവേകാനന്ദൻ ചോദിച്ചു, സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം എന്ന് പറഞ്ഞിട്ട് 7 വോള്യം ഗ്രന്ഥമുണ്ട്. അത് വികസിപ്പിച്ച് 8 വള്ളിയാക്കി. പല കാര്യങ്ങളും ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ അവരോട് ചോദിച്ചു, അമേരിക്കക്കാരോട് ചോദിച്ചു, പുറത്താക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്താ? അപ്പൊ അവര് വയനാട് ചുരം ഇറങ്ങണ മാതിരി ആ ഇംഗ്ലീഷ് പദം പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ ഒന്ന് പുഞ്ചിരിച്ചു. വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ വരുന്ന നാട് ഇന്ത്യയാണ്, അവിടെ സംസ്കൃതത്തിൽ പുറത്താക്കുക എന്ന് പറഞ്ഞൊരു പദമേ ഇല്ല. സംസ്കൃതത്തിൽ പുറത്താക്കുക എന്നൊരു പദേ ഇല്ല. അപ്പൊ ബ്രിട്ടീഷുകാരന് കൗതുകമായി. ബ്രിട്ടീഷുകാരൻ ചോദിച്ച ചോദ്യം എന്താ അറിയോ? ബ്രിട്ടീഷുകാരന്റെ ചോദ്യം, എന്താണ് സംസ്കൃതത്തിൽ പുറത്താക്കുക എന്നുള്ളൊരു പദമില്ലാത്തത്? ദയവ് ചെയ്ത് സ്റ്റേജിൽ ഇരിക്കുന്നവരും സദസ്സിലുള്ളവരും ഈ ശബ്ദം വിദൂരത്ത് നിന്ന് കേൾക്കുന്നവരും ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്നവരും പിന്നീട് കേൾക്കാൻ ഭാഗ്യമുണ്ടാകുന്നവരും ഓർക്കുക, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞെന്നറിയോ, ഇന്ത്യയിൽ ഒരു കാലത്തും ഞങ്ങൾ പുറത്താക്കുക എന്നത് ചിന്തിച്ചിട്ടേ ഇല്ല. എല്ലാറ്റിനെയും അകത്താക്കലായിരുന്നു ഞങ്ങളുടെ പ്രത്യേകത. എല്ലാ ദർശനങ്ങളെയും ഉള്ളോട്ട് ഒബ്സർവ് ചെയ്യുക, സംശീകരിക്കുക. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പറഞ്ഞ വേറൊരു വാചകം എന്തറിയോ? ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച രാജ്യം, അതാണ് എൻ്റെ ഇന്ത്യ. ഡൽഹിയിലെ തെരുവീതിയിലൂടെ ഡാക്ക് എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം ഉണ്ട്. ആ വാദ്യോപകരണം ഇച്ച് രുദ്രാക്ഷമാലയൊക്കെ ചാർത്തി മുടിയൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി ഒരു ചെറുപ്പക്കാരൻ, ഒരു ഭയങ്കര ചെറുപ്പക്കാരൻ ആ ഡൽഹിയിലെ തെരുവിലൂടെ നടക്കുകയാണ്. കുറേ ദിവസം അദ്ദേഹത്തെ കണ്ടു. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഈ വൈരൂപ്യമായ അവസ്ഥയിൽ? അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ബോൺ ഇൻ കാനഡ, ഞാൻ കന്നഡക്കാരനാണ്, കാനഡയിലാണ് ജനിച്ചത്, കാനഡയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലെ ഉദ്യോഗസ്ഥനാണ് ഞാൻ, ഏറ്റവും വലിയ ശമ്പളം വാങ്ങിയാളാ, എനിക്ക് അധുനാധുന കാറുണ്ട്, ലക്ഷറി വീടുകളുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്. അവിടെ ജീവിച്ചപ്പോ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ഫാദർ പറഞ്ഞൊരു വാചകത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്താണെന്നറിയോ? ഈ ചെറുപ്പക്കാരൻ പറയാണ്, കാനഡയിൽ എനിക്ക് ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആത്മീയ ദാരിദ്ര്യത്തിലായിരുന്നു. എനിക്ക് ആത്മീയത കിട്ടിയത് ഇന്ത്യയിൽ വന്നപ്പോഴാണ്. ഈ രാജ്യത്തെയാണ് ലോകത്ത് നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറയുന്ന ആളാണ്, സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ലോകത്ത് സത്യം ജയിച്ചോ അല്ലേ നമ്മുടെ വിഷയമല്ല. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഗാന്ധാരിയോട് ദുര്യോധനന്റെ ചോദ്യം എന്താ അറിയോ? അമ്മേ, ജയിക്കുവോ നമ്മള്? മോനെ കുട്ട, ചക്കരക്കുട്ട, നമ്മളല്ലാതെ ആരാ ജയിക്കുക എന്നൊന്നും ആ അമ്മ പറഞ്ഞില്ല. ആ അമ്മ പറഞ്ഞത് യഥോ ധർമ്മസ്തോ ജയ, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ഈ ഗാന്ധാരി ആരാ? ഉമ്മയായിരുന്നു, അമ്മയായിരുന്നില്ല. ഉമ്മ എവിടെ? അഫ്ഗാനിസ്ഥാനുകാരിയായിരുന്നു, കാണ്ഡഹാറുകാരിയായിരുന്നു. അതാണ് ഗാന്ധാരം, അതാണ് ഗാന്ധാരി. ഗാന്ധാരി പോലും ഇന്ത്യക്കാരിയല്ല, ഗാന്ധാരി പോലും ഇന്ത്യക്കാരിയല്ല. അല്ല അല്ല അല്ല, ഹിന്ദു എന്ന പദം പോലും ഇന്ത്യയിലല്ല, പേർഷ്യക്കാരാണ്. കാരണം അവർ സി ഉപയോഗിക്കുമായിരുന്നില്ല, സിക്ക് പകരം ഹി. ഏതുപോലെ കോട്ടയത്തുകാര് ഭാര്യ എന്നാ പറയാ, ഭൂമി എന്നാ പറയാ, ഭൂമി എന്നാ പറയുന്നത്, ഭാര്യ എന്നാ പറയുന്നത്. പക്ഷെ ബ എന്ന ഉച്ചാരമില്ല.
അതുകൊണ്ട് അവർ ഭാര്യ. ആരെങ്കിലും അറിയോ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ജീവി ഉണ്ട്? ആരും അറിയില്ല. ഇന്ത്യ സിന്ധു, ആ സിന്ധു നദീതടത്തിൽ ജീവിച്ചവരെ ഇന്ത്യക്കാർ അഥവാ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു. അഥവാ സിന്ധുക്കൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തോട്ട് കേൾക്കുന്നത് ഹിന്ദുക്കൾ എന്നാണ്. അങ്ങനെയാണ് ഹിന്ദു എന്ന അഡ്രസ് നമുക്കുണ്ടായത്. ഞാൻ ഹിന്ദുവാണ്, പള്ളിയിലച്ഛൻ ഹിന്ദുവാണ്, നിങ്ങൾ ഹിന്ദുവാണ്, നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഹിന്ദുവാണ്. ഹിന്ദു അല്ലാത്ത ഒരാൾ ഇന്ത്യയിലില്ല. ആ അർത്ഥത്തിൽ നേരെ മറിച്ച് സനാതന ഹിന്ദു വേദാന്തി വിഷയം വേറെയാണ്. അത് നമുക്ക് ഋഗ്വേദം, സാമവേദം, അഥർവേദം, യജുർവേദം, ചതുർവേദം, ഈശാവാസുപനിഷത്ത്, ബൃഹദാരണ്യപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശ്വേതാശ്വേതരോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, അലോകോപനിഷത്ത്, എക്സെട്ര എക്സെട്ര എക്സെട്ര, ശ്രുതികളും സ്മൃതികളും, ആരണ്യകങ്ങളും ശ്രുതികളും, അതേപോലെ ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, തെൽമൂദ്, സെന്നവസ്ത്, ഖുർആൻ, ഹോളി ഖുർആൻ, എക്സെട്ര എക്സെട്ര, ഇതൊക്കെ മതഗ്രന്ഥങ്ങളാണ്. ഈ മതഗ്രന്ഥങ്ങളുടെ അന്തസാരം എന്താണ്? ഒരു വലിയ ചോദ്യമാണ്. ലോകത്ത് മതാണ് പ്രശ്നം അല്ല, മതാന്തതയാണ് പ്രശ്നം, മതമില്ലായ്മയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. മതം ഉണ്ടായ പ്രശ്നമല്ല, മതമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനത് തെളിയിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ സമയപരിധിയിൽ നിന്നുകൊണ്ട്. ആരാണ് ദൈവം? ചോദിക്കണം നിങ്ങൾ, ആരാ ദൈവം? ഞാൻ എല്ലാവരോടും ചോദിക്കാം. ഇവിടെ നമ്മൾ കുറേ മനുഷ്യരുണ്ട്. മനുഷ്യരില്ലാത്ത കാലത്ത് ഭൂമി ഉണ്ടോ? ചേച്ചി, ഭൂമി ഉണ്ടോ? അമ്മമാരെ പറയൂ, ഭൂമി ഉണ്ടായിരുന്നോ? ഉണ്ട്. ആകാശം ഉണ്ടായിരുന്നോ? ഉണ്ട്. കാനനം ഉണ്ടായിരുന്നോ? ഉണ്ട്. സിംഹം ഉണ്ടായിരുന്നോ? ഉണ്ട്. എലി ഉണ്ടായിരുന്നോ? ഉണ്ട്. പാമ്പുണ്ടായിരുന്നോ? ഉണ്ട്. പശു ഉണ്ടായിരുന്നോ? ഉണ്ട്. അന്ന് മനുഷ്യനുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമനുണ്ടോ? ഇല്ല. ശ്രീകൃഷ്ണനുണ്ടോ? ഇല്ല. പിശാരിക്കാവിൽ അമ്മയുണ്ടോ? ഇല്ല. വേളാങ്കണ്ണി മാതാവുണ്ടോ? കുരിശ് തീർത്ഥാടന കേന്ദ്രമുണ്ടോ? ഇല്ല. മക്കയുണ്ടോ? ഇല്ല. ഇല്ല. കാരണം മനുഷ്യനുള്ളപ്പോൾ അതുണ്ടായത്. മനുഷ്യനാണ് ഇതിനെ ബന്ധപ്പെടുത്തിയത്. മറ്റ് ജീവജാലങ്ങളൊക്കെ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. എല്ലാ വേദവും അത് പറഞ്ഞു. എല്ലാ സൃഷ്ടികളും ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ ഋക്കിൽ സൂക്തത്തിൽ 1-ാമത്തെ ഋക്കിൽ പറയുന്ന എന്താ? ഋഗ്വേദം 10 മണ്ഡലമാണ്. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാതാര പൃഥിവീം ദാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമ. എൻ്റെ അർത്ഥം എന്തറിയോ? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം ഒന്നാണെന്ന് പറയും. ആ ദൈവമാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ആ ദൈവമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്, ആ ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. 715 കോടി മനുഷ്യരുടെ ഭൂമിയിൽ അവരാരുടെ അടിമകളാണ്? ആരുടെ സൃഷ്ടികളാണ്? സാക്ഷാൽ പ്രപഞ്ചനാഥന്റെ ഒറ്റ ചോദ്യം. ശ്രീരാമനും മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഭൂമിയുണ്ടെങ്കിൽ, സൂര്യനുണ്ടെങ്കിൽ, കാനനമുണ്ടെങ്കിൽ, കാട്ടാറുണ്ടെങ്കിൽ, സാഗരമുണ്ടെങ്കിൽ, നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ആരതിനെ സംവിധാനിച്ചു? ആരാണ് ആ സംവിധായകൻ? ആ സംവിധായകന്റെ പേരാണ് സാക്ഷാൽ ഉടയ തമ്പുരാൻ, സാക്ഷാൽ പടച്ച തമ്പുരാൻ. അവനാരാ? നരേന്ദ്രമോദിയുടെ ദൈവവും മുഹമ്മദ് അലി ജിന്നയുടെ ദൈവവും, അത് സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിന്റെ ദൈവവും, ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മഖ്തൂമിന്റെ ദൈവവും, ഒമാനിലെ ചക്രവർത്തി മരിച്ചുപോയ ആള് അല്ലെ സുൽത്താൻ ഖാബൂസ്, അദ്ദേഹവും ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ്, BJP, ലീഗ്, ബജ്രംഗ്, ശിവസേന, ഹിന്ദു ഐക്യവേദി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും ആരാണ്? ആ ഒരൊറ്റ ദൈവത്തിന്റെ അടിമകളാണ്. യോ ദേവാ നാം നാമദായകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം ഏകൻ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃപ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എൻ്റെ പ്രാർത്ഥനകൾ അഖിലവും, സുമതി ചേച്ചി പറയുന്ന വാക്കതാണ്, എൻ്റെ പ്രാർത്ഥനകൾ അഖിലവും ഏകനായ ദൈവമേ നിന്നോടാണ്. കണ്ടോ? ആ ദൈവം ആരാണ്? ഈ 14 ലോകങ്ങളുടെയും ദൈവം, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെ സൃഷ്ടിച്ച ദൈവം. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വാചകം എന്താ പറയുന്നതെന്നറിയോ? മനോഹരമായ യാ അയ്യുഹന്നാസ്. എന്താ ഇതിനർത്ഥം എന്നറിയോ? അല്ലയോ മനുഷ്യരെ, അല്ലയോ പാശ്ചാത്യരെ, അല്ലയോ പൗരസ്ത്യരെ, അല്ലയോ കറുത്തവരെ, അല്ലയോ വെളുത്തവരെ, അല്ലയോ മുസ്ലിമേ, അല്ലയോ ക്രിസ്ത്യാനിയെ എന്നൊന്നില്ല, അല്ലയോ മനുഷ്യരെ. നമ്മളെല്ലാവരും പെട്ടു അതില് അല്ലേ? ഹിന്ദുക്കളെ എഴുന്നേറ്റിക്കാന്ന് ഞാൻ പറഞ്ഞു, ഞാനിവിടുന്ന് ഹൈന്ദവരെ എഴുന്നേറ്റിക്കാറുന്നു, നിങ്ങളൊക്കെ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നുന്നു? നേരെ മനുഷ്യ ഞാൻ പറയുന്നു, മനുഷ്യരെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിക്കുകയും. ആർക്കെങ്കിലും തോന്നിയോ ഞാൻ ആരെങ്കിലും അവഗണിച്ചു? മനുഷ്യരെ എന്നാ വിളിക്കുന്നത്. ഖുർആൻ 20 തവണ വിളിക്കുന്നു മനുഷ്യരെ. എന്നിട്ട് ഖുർആൻ പറയണെന്നറിയോ? മനുഷ്യരെ, നിങ്ങളിപ്പോ ജീവിക്കണ്ടല്ലോ,
നിങ്ങൾക്ക് മുമ്പൊരു തലമുറ കഴിഞ്ഞു പോയി. അവരെ സൃഷ്ടിച്ച ദൈവാരാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെയും നിങ്ങളെയും സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ ദൈവം. എങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ലളിതം, വളരെ സുന്ദരം. ഞാൻ ലളിതമായി പറയാം. വീട്ടിൽ കയറുകയാണ്. നമ്മളൊരു വീട്ടിൽ കയറി, കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ, നല്ല ചെറുപ്പക്കാര്, യങ്ങായിട്ടുള്ളവര്, അവർ കയറിയിട്ട് പറയാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹൈന്ദവരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വീട്ടിൽ കയറി നല്ല സ്നേഹത്തിൽ അവർ പറയാണ് നമുക്കിവിടെ നല്ല നിലക്ക് പോകണം, അതിന് നമുക്കിടയിൽ കച്ചറയൊന്നും ഉണ്ടാവരുത്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ശ്രീരാമനെ ആരാധിക്കണം എന്ന് പറഞ്ഞു വിചാരിക്കുക. തിരിച്ചും ഒരു മുസ്ലിം ക്രിസ്ത്യാനിയുടെയും ഹൈന്ദവന്റെയും വീട്ടിൽ കയറി നിങ്ങളൊക്കെ മുഹമ്മദ് നബിയെ ആരാധിക്കണം എന്ന് പറഞ്ഞു വിചാരിക്കുക. ആരെങ്കിലും അത് സ്വീകരിക്കുമോ? ക്രിസ്ത്യാനികൾ പറഞ്ഞു യേശു ക്രിസ്തുവിനെ ആരാധിക്കാം, ബാക്കിയുള്ളവർ അംഗീകരിക്കുമോ? ഇല്ല. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ അംഗീകരിച്ചേ പറ്റൂ. അതെന്താ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഉടയതമ്പുരാൻ ഉണ്ടല്ലോ ഇവിടെ. ആ ഉടയതമ്പുരാന്റെ അടിമകളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അതൊന്നല്ല എന്ന് പറയാൻ പറ്റുമോ? സൂര്യനെ സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നത് അറിയോ? അല്ലദീ ജഅലലകുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ, ആകാശത്തെ മേൽക്കൂരയാക്കിയവൻ, 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും നിങ്ങളുടെ ശരീരത്ത് പതിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഓസോൺ ലെയറിന് സംവിധാനിച്ച ഈശ്വരൻ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്ന് ചെടികൾ മുളപ്പിച്ച് തന്ന് ധാന്യമുണ്ടാക്കി തന്നവൻ ആര്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തിക്കോ. ആകാശത്ത് ഉണ്ടാക്കിയത് ആരെന്ന് ദൈവത്തിന്റെ ചോദ്യം. നമുക്ക് പറയാൻ പറ്റുമോ മുഹമ്മദ് നബിയാൻ? അല്ല. മുഹമ്മദ് നബി ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മേലെ ജനിച്ച ആളാ, ആമിനയുടെ മകനായിട്ട്. അല്ലേ? ദാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞു. നിങ്ങൾക്കറിയാം കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം കഴിച്ച് കൗസല്യയുടെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിച്ചത്. ദശരഥ മഹാരാജാവായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. അപ്പൊ ദശരഥ മഹാരാജാവിന്റെയും കൗസല്യയുടെയും പുത്രനാണ്. അപ്പൊ അവര് രണ്ടാളോ? അവരാരുടെ പുത്രന്മാരാണ്? ആരാണ്? അതിന്റെ പുറത്താരാണ്? അതുകൊണ്ടാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ആദാമിന്റെ മക്കളാണ് നമ്മളെല്ലാം. ആദം ഹവ്വ ദമ്പതികൾ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്തറിയോ? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫു, നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കിയത് തമ്മിൽ തല്ലാനല്ല, പരസ്പരം തിരിച്ചറിയാനാണ്. ഞാൻ ആദരണീയ ഫാദറിനെ എഴുതിക്കൊണ്ട് പറയാം. മാർക്കോസിന്റെ 12-ാം അധ്യായം, ബൈബിളിലെ 69 പുസ്തകങ്ങൾ, മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. അതിന്റെ വചനം അറിയോ? ഗുരു പ്രഭോ, ഏറ്റവും പ്രബലമായ കൽപ്പന ഏതാണെന്ന ചോദ്യം. അതായത് ബൈബിളിൽ പഠിപ്പിക്കാനുള്ള, യേശു ക്രിസ്തുവിന് പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രഖ്യാപിതമായ ആശയം എന്താണെന്ന ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി എന്താ? ഇസ്രായേലേ കേൾക്ക. കണ്ടോ? ഇസ്രായേലേ ശ്രദ്ധിച്ച് കേൾക്ക, നമ്മുടെ ദൈവമായ, ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനെയും കൂടി കൂട്ടിയിട്ട് യേശു ക്രിസ്തു പറയാണ് നമ്മുടെ ദൈവമായ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, ഏക കർത്താവ്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്, ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഇസ്രായേൽ സമൂഹമേ, നമ്മുടെ സമുദായം ഏക സമുദായമാണ്, നമ്മുടെ ദൈവം ഏകനാണ്. ഏകം സത് ബഹുദാഭിപ്രാവദന്തി. കണ്ടോ? കുൽ പറയുക നബിയെ, ഹുവല്ലാഹു അഹദ്. കാര്യം ദൈവം ഏകനാണ്. അവർ പലതും കാണിച്ചു കൂട്ടുന്നുണ്ട് ലോകത്ത് എന്നാ പറയും. കേട്ടോ നിങ്ങൾ, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ, അവരേ നല്ല, സിംഗുലർ, പ്ലൂറൽ അല്ല, സിംഗുലർ, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കുക, ആരാധിക്കുക. മിശ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. കണ്ടോ? പുറപ്പാടിൽ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനമാണ്. അല്ലെ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം, നതസ്യ പ്രതിമാ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല. സാക്ഷാൽ ദൈവം സൂര്യചന്ദ്രന്മാരുടെ ദൈവമാണ്, ലോകത്തിന്റെ ദൈവമാണ്. യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തമുപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തമുപാസതേ. കേനോപനിഷത്തിന്റെ പ്രഥമവല്ലി 1 മുതൽ 6 വരെയുള്ള വാചകം. അതിൽ പറയുന്നത് അറിയോ?
നീ കണ്ണുകൊണ്ട് ബിംബത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ സുമതി നീ അറിയുക, അതല്ല നിന്റെ സാക്ഷാൽ ദൈവം. നിന്റെ കണ്ണുകൊണ്ട് കാണാനാവാത്ത, നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, ഈശ്വരന്റെ, നിരീശ്വരന്റെ, കൃമികീടങ്ങളുടെ, ആനയുടെ, സിംഹത്തിന്റെ, ഒട്ടകത്തിന്റെ, സൂര്യചന്ദ്രന്മാരുടെ, മാലാകമാരുടെ, ജിന്നുകളുടെ, എന്തെല്ലാം അചേതനങ്ങളും സചേതനങ്ങളുമായ സൃഷ്ടിജാലങ്ങളുണ്ടോ അവയുടെ ഒക്കെ ദൈവം ഒന്നാണ്. ആ അർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം കൂടി മുന്നോട്ട് പോയി പറയുന്നു. ഇന്ന അബാക്കും വാഹിദ് ഇന്ന റബ്ബുക്കും വാഹിദ്. പ്രവാചകന്റെ വചനാണ്. നിങ്ങളുടെ പിതാവ് ആദമാണ്, ആദമിന്റെ മക്കളാണ് നിങ്ങളൊക്കെ, നിങ്ങളുടെ ദൈവം ഏകനാണ്. അതുകൊണ്ട് വ്യത്യസ്ത ദൈവങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ തല്ലരുത്. നോക്കൂ, നിങ്ങൾ 1949 ഒരു സ്വാമിജി പള്ളിയിൽ ബാബരി മസ്ജിദിൽ പ്രതിമ കൊണ്ടുപോയി വെച്ചു, ശ്രീരാമന്റെയും സീതയുടെയും. അന്ന് മുതൽ പ്രശ്നം രൂക്ഷമാവുകയാണ് നമുക്കിടയിൽ. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആദരണീയനായ ഫാദർ ഒരു സന്യാസിയുടെ ചരിത്രം ഉദ്ധരിച്ചിരുന്നു. സ്വാമി മെഹന്ദിലാൽ ദാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, സ്വാമി മെഹന്ദിലാൽ ദാസ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് ഹൃദയത്തെ വഞ്ചിക്കാൻ അറിയില്ല. എൻ്റെ ക്ലിപ്പങ്ങൊക്കെ കട്ട് ചെയ്ത് ചിലപ്പങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇതുപോലെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ നിന്ന് അര മിനിറ്റ്, മിനിറ്റ്, ഞാൻ 10 കൊല്ലത്തിനിടയിൽ പ്രസംഗിച്ച് 5 ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ 5 ഡ്രസ്സായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു അര മിനിറ്റ്, മിനിറ്റ്, അര സെക്കൻഡൊക്കെ എൻ്റെ പ്രസംഗം കേൾപ്പിച്ചിട്ട് ഇയാൾ ഭീകരവാദിയാണ് കേട്ടോ, അമ്പലത്തിലൊന്നും വിളിക്കരുത്. ഇത് 82ാമത്തെ അമ്പല. 82 അമ്പലത്ത് പ്രസംഗിച്ച ഒരു മുസ്ലിം പണ്ഡിതന്റെ പേര് പറയൂ. 82 അമ്പലത്തിൽ ഈ 10 കൊല്ലത്തിനിടയിൽ പ്രസംഗിച്ച ഒരു മുസ്ലിമിന്റെ പേര് പറയൂ. പേരുണ്ടെങ്കിൽ അത് മുജാഹിദ് ബാലുശ്ശേരി എന്നാ. എന്തുകൊണ്ട്? ഞാനിവിടെ വളരെ ആദരിച്ചുകൊണ്ട് പറയുന്നു. രാകേഷ് ഞാൻ സുഹൃത്തായി നെഞ്ചിൽ വെച്ചിരിക്കുന്നു, അതുപോലെ പവിത്രേട്ടൻ. അവർ രണ്ടുപേരും എന്റെ പ്രസംഗം കേട്ടവരാ. അവർ രണ്ടുപേരും എന്റെ പ്രസംഗം കേട്ടു. അവരും ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ തിരക്കടില്ല. അങ്ങനെ വന്നാണ് നിങ്ങളെ സ്നേഹിച്ചിട്ട് വന്നാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചേ. നമ്മുടെ ഒക്കെ ദൈവം ഒന്ന്, നമ്മുടെ ഒക്കെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾ. പിന്നെ എങ്ങനെ തല്ലുണ്ടാവണത്? പിന്നെ എങ്ങനെ അടി ഉണ്ടാവണത്? അത് സ്വീകരിക്കാത്തതുകൊണ്ടാ മുസ്ലിങ്ങളുടെ തല്ല്, പാകിസ്ഥാനിൽ തല്ല് അതുകൊണ്ടാ, ബംഗ്ലാദേശ് തല്ല് അതുകൊണ്ടാ, എവിടെയെങ്കിലും ഷിയാക്കളുടെ ഇറാനിൽ നടക്കണ്ടേ അതുകൊണ്ടാ, തത്വങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ടാ. ലളിതമായൊരു ഉദാഹരണം പറയാം. മഹാനായ ബാപ്പുജി, നിങ്ങൾക്കറിയാം, ബിർള മന്ദിരത്തിന് മുമ്പിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ട്. ബിർള മന്ദിരത്തിന് മുമ്പിൽ വെച്ച് ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന് സ്വാമി മെഹന്ദിലാൽ ദാസ്, അതൊന്ന് വിവരിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് വരാം. അതായത് 1949 നിങ്ങൾക്കൊക്കെ ചിന്തിച്ചോ, ഒരു മുസൽമാന്റെ പള്ളിയിൽ അവൻ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു ബിംബത്തെ കൊണ്ടുപോയി ക്രിസ്ത്യാനി വെച്ചാൽ, സ്വാമിജി വെച്ചാൽ, അത് സ്പർദ്ധ ഉണ്ടാവുകയാണോ ചെയ്യുക? ഐക്യം ഉണ്ടാവുകയാണോ ചെയ്യുക? നിങ്ങൾ എല്ലാവരും ആലോചിക്കുക. മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചാൽ ഇവിടെ നന്മയാണോ ഉണ്ടാകുക, തിന്മയാണോ ഉണ്ടാകുക? നിങ്ങൾ ചിന്തിച്ചോളൂ. യേശുക്രിസ്തുവിന്റെ പ്രതിമ കൊണ്ടുവന്ന് മുസ്ലിം പള്ളിയിൽ പ്രതിഷ്ഠിച്ചു, ക്രിസ്ത്യാനികളെല്ലാം കൂടി. ശരി, പറയൂ, അതാണോ ഐക്യം? അതാണോ സ്നേഹം? എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇസ്ലാമിനെ കുറിച്ച് പേടി. ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. 1400 വർഷം പിന്നിട്ടു മുഹമ്മദ് നബി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്. ആ മുഹമ്മദ് നബിയുടെ പ്രതിമ ലോകത്ത് എവിടെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രതിമ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടുത്തെ ബാലേന്ദ്രനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ബാലേന്ദ്രനും ബഷീറിനും തമ്മിൽ അതിൻ്റെ പേരിൽ തെറ്റേണ്ടി വന്ന ഒരു ചരിത്രം ഏതെങ്കിലും ഒരു പത്രത്തിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക. ഒറീസയിലെ കലാപുണ്ടായി, ഹൈന്ദവരും ക്രിസ്ത്യാനികളും തമ്മിൽ. എന്താ? യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, കലാപുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ പ്രതിമ വെച്ചു ഞങ്ങൾ പള്ളിയുടെ മുമ്പിൽ. ഏതോ ഒരു ഹൈന്ദവ സഹോദരൻ ദേഷ്യം തോന്നി ഞങ്ങൾ തകർത്തു. അവിടെ 4-5 പേരെ കൊല്ലണ്ടേ? ആലോചിക്കുക. അത് ഉണ്ടാക്കണം എന്നാണ് ചിലർ പറയുന്നത്, അത് ഉണ്ടാവരുത് എന്നാണ് ഈ ഉള്ളവൻ പറയുന്നത്. ഞാനത് സ്ട്രോങ്ങിൽ പറയും. എനിക്ക് സമാധാനം ഉണ്ടാകണം എന്നുള്ളത് സ്ട്രോങ് പറയാൻ അറിയാം. കാരണം ഈ ലോകം അത്ര മോശമായിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രോങ്ങിൽ പറയണം. നിങ്ങൾക്ക് മെഹന്ദിലാൽ ദാസ് സന്യാസി എന്ന് പറയുന്ന ആരറിയോ? അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ ഏറ്റവും വലിയ സന്യാസി ആരാ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് മഹാത്മാഗാന്ധിയാണെന്ന് പറയാൻ എനിക്കിഷ്ടം. രാമഭക്തൻ ആരാന്ന് ചോദിച്ചാൽ അതും മഹാത്മാഗാന്ധിയാണെന്ന് ഞാൻ പറയാം. കാരണം മഹാത്മാഗാന്ധിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, മഹാത്മാഗാന്ധിയോട് ചോദിക്കണം എന്തറിയോ? രാമായണം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ ഇവിടെ ഇരിക്കുന്നവരൊക്കെ രാമായണത്തിൻ്റെ വാരം ആചരിക്കാറുണ്ട്. നമ്മൾ രാമായണം വായിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും രാമായണത്തിൽ നിന്ന് എന്താ കിട്ടുക? മഹാനായ മഹാത്മാഗാന്ധി പറഞ്ഞെന്തറിയോ? അരുത് എന്നാണ് രാമായണം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. എല്ലാ തിന്മയെയും എതിർക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. വല്ലാത്തൊരു തത്വമാണ്. രാമായണത്തിൽ എന്താ കിട്ടുക? മാനിഷാദ പ്രതിഷ്ഠാന്ത അല്ലേ? ക്രൗഞ്ചമിഥുനങ്ങൾ കൊക്കുരുമി. ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയ വാൽമീകി മഹർഷി എന്താ പറഞ്ഞ്? 2 പക്ഷികൾ സ്നേഹം, പ്രേമം, പങ്ക്, ഇഷ്ക്, മഹബത്ത് അത് പങ്കുവെച്ചുകൊണ്ട് അതിനെ കൊല്ലാൻ നോക്കി. അത് പാടില്ല എന്നാ പറഞ്ഞത്.
എന്നിട്ട് 29 പേര് ഇപ്പൊ കൊല്ലപ്പെട്ടു, 28 പേര് പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടു, 100 ആള് നോട്ട് നിരോധനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. ഹിന്ദു മുസ്ലിം അല്ല, മനുഷ്യർ. അങ്ങനെ ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തണം. ഒരു യഹൂദന്റെ ശാമഞ്ചം കൊണ്ടുപോവുകയാണ്, ഒരു യഹൂദന്റെ ശാമഞ്ചം. അപ്പൊ പ്രവാചകനെ എഴുന്നേറ്റ് നിന്നും ആദരിച്ചു. ജൂതന്റെ, ഇസ്ലാമിനോട് ഏറ്റവും വലിയ ശത്രുത ജൂതന്മാർക്കായിരുന്നു. ആ ജൂതന്റെ മയ്യത്ത്, അയാളുടെ ഭൗതിക ശരീരം അത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ അനുയായികൾ എപ്പോഴും അങ്ങനെയാ, അറിവില്ലാത്തവരാണ്. അനുയായി ചോദിച്ചു, അതൊരു ജൂതനല്ലേ? അതാണ് നമ്മുടെ വർഗീയത. ജൂതനല്ലേ ചോദിച്ചു. ഉടനെ പ്രവാചകന്റെ ചോദ്യം എന്താ? ജൂതൻ മനുഷ്യനല്ലേ? ഇന്നും മുഴങ്ങേണ്ട ചോദ്യം അത്. പക്ഷേ ജൂതന്മാർ അങ്ങനെയായിരുന്നില്ല. ജൂതന്മാർക്ക് ഒരു പുസ്തകമുണ്ട്, തെൽമൂദ്. എന്താ ജൂതന്മാരെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തെൽമൂദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നിങ്ങൾ വായിക്കണം. ആ തെൽമൂദിൽ ഒരു വാചകമുണ്ട്, അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെന്നാ. അതാ വർഗീയത. നേരെ മറിച്ച് ഖുർആനിൽ ഒരു വാചകമുണ്ട്, 5-ാം അധ്യായം 32-ാമത്തെ വാചകം, മിൻ അജ്ലി ദാലിക് ഖസബ്നാ അലാ ബനി ഇസ്രായീൽ ഖത്ലൻ ബിനഫ്സിൻ. വിശുദ്ധ ഖുർആൻ പറയുന്നതോ, അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ, കണ്ടോ, ഒരു മുസ്ലിമിനെ എന്നല്ല, ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. ലളിതമായി പറയാം, ഈ നാട്ടിലെ പയ്യന്നൂരിലെ കുറുമ്പാ ഭഗവതി ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിന് പങ്കെടുത്തു പോകുന്ന ഒരു ഹൈന്ദവനെ അന്യായമായി 2-3 മുസ്ലിങ്ങൾ ചേർന്ന് കൊന്നാൽ ആ മുസ്ലിം ആരാന്നാ ഖുർആൻ പറഞ്ഞത്? 715 കോടി മനുഷ്യരെയും കൊന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി. ഒരു മനുഷ്യന്റെ ജീവൻ ഇസ്ലാം നൽകിയ വില എത്രയോ? 715 കോടി മനുഷ്യന്റെ വില. ഞാൻ ദയവേദി ചോദിക്കുന്നു, ഇസ്ലാമിനെ പേടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇസ്ലാമിനെ പേടിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു ഇസ്ലാമിൻ്റെ പ്രതിനിധിയാണ്. ഇവിടുന്ന് ഒരു സ്ത്രീയെ അന്യായമായി കൊന്നാൽ 715 കോടി മനുഷ്യരെ കൊന്ന കൊലയാളിയായിട്ട് ഓനെ കരുതുന്ന ഖുർആൻ മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിക്കുമോ? ചാനൽ ചർച്ചയിൽ ഞാൻ അടുത്ത് കേട്ട, ഇന്നലെ പോലും കേട്ടാണ്, ബൗദ്ധൈവ വിശ്വാസി, അതായത് ഹൈന്ദവൻ, അവരങ്ങനെ പറയുന്നത്. ഒരു ഹൈന്ദവ സഹോദരനാണ് പറയുന്നത്. എനിക്ക് അയാളോട് സ്നേഹമുള്ളൂ, ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഹൈന്ദവ സഹോദരൻ പറയാണ്, ഇവിടുത്തെ ഹിന്ദുക്കളെ കണ്ടെടുത്ത് വെച്ച് പെരടി വെട്ടാൻ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ 114 അധ്യായം ഉണ്ട്, അങ്ങനെ ഒരു വാചകം ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാ? വാളുമായിട്ടല്ലേ? എൻ്റെ വിശ്വാസപ്രകാരം ഖുർആൻ പറയുന്നത് നടപ്പാക്കുന്ന ഒരാളാണ് ഞാൻ. ഖുർആൻ പറഞ്ഞാൽ അതേപോലെ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഞാൻ വരേണ്ടത് വാളുമായിട്ടല്ലേ? മാലിക് ദീനാറും കൂട്ടരും ഇവിടെ വന്നിട്ട് അപ്പേട്ടൻ ഇസ്ലാമായി. എങ്ങനെയായത്? വാളുകൊണ്ടായത്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ്. എന്തുകൊണ്ട് ഇസ്ലാം വേറെ പല സ്ഥലത്തും കടന്നു തന്നു, അവിടെ എത്ര വളർന്നില്ല? കാരണം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ സംസ്കാരങ്ങൾ. ഒരു ഉദാഹരണം പറയാം, അപ്പേട്ടൻ വന്നിട്ട് മാലിക് ദീനാറിനോട് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ കംപ്ലൈന്റ്? നിങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കച്ചവടമല്ല, നിങ്ങൾക്ക് ആ കച്ചവടം കൂടുതൽ. മുസ്ലിങ്ങൾക്ക് കച്ചവടം കൂടാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അതാണ് ഖുർആനിലെ 83-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്സഫൂൻ. അതിന്റെ അർത്ഥം എന്തറിയോ? ഭാസ്കരൻ നിന്റെ കടയിൽ വന്നാൽ, ബഷീറിനോടാ പറയുന്നത്, ബഷീറിനോട് ദൈവം പറയാൻ, ഭാസ്കരേട്ടൻ നിന്റെ കടയിൽ വന്നാൽ, കണ്ണ് കാണാത്ത സുമതി ചേച്ചി നിന്റെ കടയിൽ വന്നാൽ, തൂക്കിക്കൊടുക്കുമ്പോൾ കളവ് കാണിക്കരുത്, അവരെ ചതിക്കരുത്, വഞ്ചിക്കരുത്. അങ്ങനെ ചെയ്താൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ദൈവത്തിന്റെ മുമ്പിൽ നീ നിൽക്കുന്ന ഒരു ദിവസം വരും, ഭാസ്കരേട്ടനെ പറ്റിച്ചതിന്റെ പേരിൽ നിനക്ക് നരകത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാലിക് ദീനാർ കള്ളത്തരം കാണിച്ചില്ല, ഖുർആൻ അവരെ പഠിപ്പിച്ചാതാ. അതുകൊണ്ട് ഭയങ്കര കച്ചവടം. അപ്പൊ അപ്പേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഉപദ്രവമായത് കാരണം ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞു. ഇത് കേട്ടപ്പോ നമ്മളാണ് എന്താ പറയാ, നമ്മളാണ് ഇന്ന് ഭാസ്കരേട്ടൻ ഒരു സുബൈറിനോടോ അബ്ദുൽ ഖാദറിനോടോ, നീ ഹോട്ടൽ തുറന്നതിന് ശേഷം എൻ്റെ ഹോട്ടൽ കാലിയായി, കച്ചവടം ഇല്ല പറഞ്ഞാൽ അത് നിങ്ങളെ കയ്യിലിരിപ്പുണ്ടാണ്, ഓടുന്നത്, നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ എന്താക്കാനാ എന്നായിരിക്കും ചോദിക്കുക. പക്ഷെ മാലിക് ദീനാർ ചെയ്തെന്താ അറിയോ? അപ്പേട്ടനോട് ചോദിച്ചു, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായോ? എങ്കിൽ ഒരു കാര്യം നമുക്ക് ഒരു കോംപ്രമൈസിലെത്താം. രാവിലെ തുറക്കും ഞങ്ങൾ കട, മുസ്ലിങ്ങളുടെ കട രാവിലെ തുറക്കും, ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾ കട അടയ്ക്കും. ഉച്ച മുതൽ രാത്രി വരെ നിങ്ങൾ, ഞങ്ങളെക്കാൾ കൂടുതൽ സമയം നിങ്ങൾ. എല്ലാവർക്കും ലോകത്തറിയാവുന്ന ഒരു കാര്യമുണ്ട്, അതെന്താ? രാവിലെ മുതൽ ഉച്ച വരെ വല്ലാണ്ട് കച്ചവടം നടക്കുവോ? ഇല്ല. അത് സ്വീകരിച്ചാളാ മാലിക് ദീനാർ. സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കട അടച്ചു. ഫസ്റ്റ് ദിവസം കടയുടെ ഫ്രണ്ടിൽ അദ്ദേഹം നിന്നു. കുറെ കച്ചവടം സാധനം വാങ്ങാൻ ആളുകൾ വന്നു, കടയിൽ സാധനം വാങ്ങിക്കാൻ വന്നു. അപ്പൊ മാലിക് ദീനാർ പറഞ്ഞു, ഇനി ഇവിടുന്ന് സാധനം കിട്ടൂല ഉച്ചയ്ക്ക് ശേഷം അപ്പേട്ടന്റെ കടയിൽ പോയാൽ മതി. ആ അപ്പേട്ടനാണ് ആദ്യത്തെ മുസ്ലിം, ആ അപ്പേട്ടനാണ് എൻ്റെ വല്യച്ഛൻ. ആ വല്യച്ഛന്റെ പൗരത്വങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ വല്യച്ഛന്റെ പൗരത്വമുണ്ട്, എനിക്കും പൗരത്വമുണ്ട്. ചരിത്രം ഒരിക്കലും വേറിട്ട് സഞ്ചരിക്കില്ല. നവഗാലി ജില്ലയിലെ 1947 ഓഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന്
ഇന്ത്യ മൗണ്ട് ബാറ്റന്റെ കൈകളിൽ നിന്ന് നാം സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങുമ്പോൾ മഹാത്മജി എവിടെയായിരുന്നു? മഹാത്മജി നവകാലി ജില്ലയിലായിരുന്നു. എന്താ അവിടെ നടന്നത്? അതാണ് ഇനി വരാൻ പോണത്. അത് വരാതിരിക്കാനാണ് ഈ അമ്പലത്തിലെ ഈ ഉത്സവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ നടക്കുന്ന ഗാനമേള ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോയാലും നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഈ പോയിന്റ് പഠിച്ചിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകൂ. നിങ്ങൾക്കറിയോ, എൻ്റെ അയൽവാസി ബാബുവേട്ടനാ, സായി ഭക്തനാ. ബാബുവേട്ടൻ്റെ എല്ലാ കാര്യത്തിലും ഞാനുണ്ട്. എൻ്റെ മക്കളെ ഒരച്ഛൻ, ഞാൻ അധികം വീട്ടിലില്ല, എൻ്റെ പൊന്നു മക്കളെ, സ്വന്തം മക്കളെ, കാരണം ബാബുവേട്ടന് പെൺകുട്ടികളില്ല, എനിക്ക് ആദ്യത്തെ 5 പെൺകുട്ടികളാ. എൻ്റെ ബാബുവേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയലെന്തറിയോ, നീ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, നിന്റെ മക്കൾക്ക് എന്തേ പരിക്ക് വെച്ചു, റോഡ് സൈഡിലാ വീട്, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ബാബുവേട്ടനില്ലേ അവിടെ? ബാബുവേട്ടന് മുത്തുമോൻ എൻ്റെ കയ്യിലാണ് വളർന്നത്, അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഞാനുണ്ട്. പക്ഷേ സായി ഭക്തനാ, എനിക്ക് അദ്ദേഹത്തിന്റെ ആശയത്തോട് യോജിപ്പില്ല, എൻ്റെ ആശയത്തോട് അദ്ദേഹത്തിനും. പക്ഷെ മനുഷ്യരെന്ന നിലക്ക് ഞാനില്ലെങ്കിൽ ബാബുവേട്ടനാണ് അവിടെ നോക്കുന്നത്. എന്താ പ്രശ്നം? ഇവിടെ എന്തേണ്ടോ? രാത്രി ഒരു ഒച്ച കേട്ടു, ഓടി വന്നു അദ്ദേഹം. ഒരു മരമുറിഞ്ഞു വീണായിരുന്നു, പക്ഷെ അദ്ദേഹം ഓടി വന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ബാബുവേട്ടനെ വിട്ട് ഞാൻ ഇവിടുന്ന് പോണോ? ഇതാണ് എൻ്റെ മക്കൾ. എനിക്ക് 7 മക്കൾ. ആ 7 മക്കൾ പ്രസവിക്കുമ്പോൾ ആദ്യമായിട്ട് ആ മക്കളെ ഏറ്റുവാങ്ങിയത് രാജാനമ്മയാണ്. 7 മക്കളെ എന്തുകൊണ്ട് ഒരു മക്കളെ പോലെ ആയിഷക്കുട്ടിനോട് തൊടിയിച്ചില്ല? ലോക ചരിത്രം മാറി സഞ്ചരിക്കട്ടെ. എന്റെ രാജാനമ്മ ഇന്ന് എനിക്ക് അമ്മയാ. എല്ലാ ആഘോഷ ദിവസവും ഒരു സാരിയും ഡ്രസ്സും ആവശ്യമുള്ളൂ ആ അമ്മക്ക് എന്റെ വകയാണ്. എന്റെ വീട്ടിൽ 3 അമ്മയുണ്ട്, എന്റെ ഫോണിലുണ്ട് ആ അമ്മ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അമ്മയുടെ വിശ്വാസം എനിക്കില്ല, എന്റെ വിശ്വാസം അമ്മക്കില്ല. പക്ഷെ അമ്മയും ഞാൻ ഒരേ സൂര്യന്റെ കിരണങ്ങളാക്കി ഏടുവാങ്ങും, ഒരേ ചന്ദ്രന്റെ നിലവലകളാണ്. ഗാന്ധിജി നടന്നു പോവുകയാണ്. അപ്പോ ഒരു ഹൈന്ദവ സഹോദരി ഓടി വന്നു, നെഞ്ഞത്തടിച്ചുകൊണ്ട് പറഞ്ഞു, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹൈന്ദവർ ആട്ടി ഓടിക്കപ്പെട്ടു. ഗാന്ധിജി ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഹൈന്ദവ സഹോദരിയെ സമാധാനിപ്പിച്ചതുപോലില്ല ഗാന്ധിജി. അതിന് കാരണം എന്താ അറിയോ? അതിന്റെ തൊട്ടപ്പുറത്ത് ഗാന്ധിജി ചെരുപ്പില്ലാതെ നടക്കുകയാണ്. നടന്നപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ നെഞ്ചത്തടിച്ച് കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭൂരിപക്ഷ ഹൈന്ദവരുള്ള സ്ഥലത്താ, അവിടുന്ന് ഞങ്ങളെ മുസ്ലിങ്ങളെ ഹൈന്ദവർ ആട്ടി ഓടിച്ചു. ഇത് രണ്ടും അവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഗാന്ധിജി മിണ്ടാതിരുന്നത്. എന്നിട്ട് ഗാന്ധിജി 2 കൂട്ടരെയും വിളിച്ചു വരുത്തി. ഹൈന്ദവ ഭൂരിപക്ഷത്തുള്ളവരുടെ പ്രതിനിധികളെയും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള പ്രതിനിധികളെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളോടൊപ്പം 10, 20, 30 കൊല്ലം ജീവിച്ച് ബഷീറിനെയും സുബൈറിനെ ആട്ടി ഓടിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഭൂരിപക്ഷ മുസ്ലിങ്ങളോടും ചോദിച്ചു. രാമനെയും രമന്തിയെയും ആട്ടി ഓടിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അതുകൊണ്ട് നിങ്ങൾ അവർ 2 കൂട്ടരെയും തിരിച്ചു വിളിക്കേ, നിങ്ങൾ ഒന്നാണെന്ന് ലോകത്തോട് പറ. നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് അലി ജിന്ന നിരീശ്വരവാദിയായിരുന്നു, വീര സവർക്കർ നിരീശ്വരവാദിയായിരുന്നു. വീര സവർക്കർ മതവിശ്വാസിയല്ല, അല്ല, 2 നിരീശ്വരവാദികളാണ് പാകിസ്ഥാൻ ഇന്ത്യ ഉണ്ടാക്കി, മതവിശ്വാസികളല്ല. തികഞ്ഞ രാമഭക്തനായിരുന്നു ഗാന്ധിജി. ഞാൻ പറഞ്ഞല്ലോ, ബിർളാ മന്ദിരത്തിന്റെ സമീപത്തേക്ക് ഗാന്ധിജി വരാൻ 20 മിനിറ്റ് ലേറ്റായി. 20 മിനിറ്റ് ലേറ്റ് ആയത് എന്തുകൊണ്ടറിയോ? പല്ലഭായി പട്ടേലുമായി അദ്ദേഹം തർക്കിക്കായിരുന്നു. എന്താ തർക്കം? ഇവിടെ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അവർ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷത്താൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പട്ടേൽ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ലല്ലോ. പട്ടേലിനോട് ഗാന്ധിജി പറഞ്ഞു, ഡൽഹിയിൽ എൻ്റെ മൂക്കിന് താഴെ അവരുടെ ചോര തെറിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, എൻ്റെ കണ്ണുകൾ അന്ധമല്ല. അപ്പോ ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ പോലും ഹിന്ദു മുസ്ലിം ഐക്യമാണ് ചിന്തിച്ചത്. ജിന്നയെ നെഹ്റു പറയാണ്, അതായത് ഒരു വലിയ മീറ്റിങ്ങിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന പോലെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട അക്കാലത്തെ പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തിൽ നെഹ്റു വല്ലാതെ വേദനിച്ചു. നെഹ്റു എഴുതി, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ആ വാചകം ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. നെഹ്റു പറഞ്ഞു, എൻ്റെ മനസ്സ് ഭയങ്കരമായി വേദനിക്കുന്നു. എന്താ വേദനിക്കാനുള്ള കാരണം? ഹൈന്ദവരും മുസ്ലിങ്ങളും അകന്നു പോവുകയാണല്ലോ എന്നതെനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നെഹ്റു പറഞ്ഞ വാചകം എന്താ അറിയുങ്ങൾ? നെഹ്റു പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. നെഹ്റു പറഞ്ഞു, മുസ്ലിമീങ്ങളെ നാം നീതിയോടുകൂടി കാണണം. ഭൂരിപക്ഷത്തെ എങ്ങനെയാണോ ആദരിക്കുന്നത് അങ്ങനെ മുസ്ലിമീങ്ങൾ ആദരിക്കണം എന്ന് നെഹ്റു പറഞ്ഞു. നെഹ്റു മുഹമ്മദ് അലി ജിന്നനോട് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു മീറ്റിംഗ്, പാകിസ്ഥാൻ ഇന്ത്യയും വിഭജിക്കാതിരിക്കാനുള്ള മീറ്റിംഗ്, അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വരണം. ജിന്ന വന്നില്ല. ഗാന്ധിജിയോട് നെഹ്റു പറഞ്ഞു, ദയവ് ചെയ്ത മനുഷ്യനോട്, ആ മതഭ്രാന്തനോട് ഒന്ന് പറ, ഒന്ന് ഈ മീറ്റിങ്ങിൽ വരാൻ. ഗാന്ധിജി എന്ന വലിയ മനുഷ്യൻ ഈ ചെങ്ങായിയുടെ കാല് പിടിച്ചു, അനുവദിച്ചില്ല അയാൾ. അങ്ങനെ തന്നെ മറുഭാഗത്ത് വീര സവർക്കർ. നിങ്ങൾ ചിന്തിക്കണം, ഈ 2 ആളുകളെ കുറിച്ച് വിളിച്ച്, ഈ 2 ആളും നമുക്ക് വേണ്ട. ഒരാൾ ഹിന്ദു അല്ല, ഒരാൾ മുസ്ലിം അല്ല. പേര് കൊണ്ട് ഹിന്ദുവിൻ്റെ പേര് തോന്നിയേക്കാം, പേര് കൊണ്ട് മുസ്ലിമിൻ്റെ പേരും. നമ്മൾ തമ്മിൽ തല്ലി നമ്മളൊക്കെ കെട്ടുമാറാപ്പ് എടുത്ത് ഇറങ്ങുന്ന ഒരു ദിവസം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കണ്ടോ? ഗാന്ധിജി, നിങ്ങൾക്കറിയോ, നമ്മൾ ശരിക്കും 8 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു. 8 നൂറ്റാണ്ട് മുസ്ലിങ്ങളെ പോലെ ഭരിച്ച വേറെ ആരും ഇവിടെ അല്ല. 2 നൂറ്റാണ്ടേ ബ്രിട്ടീഷുകാർ ഭരിച്ചുള്ളൂ. 100 കൊല്ലം ആകുമ്പോഴേക്ക് ബ്രിട്ടീഷുകാർ നമുക്ക് മടുത്തു. ഇപ്പം നമുക്ക് 6 കൊല്ലം ആകുമ്പോഴേക്ക് നമ്മളെയൊക്കെ മടുത്തു. എന്താ കാരണം? മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ. ബാബർ ചക്രവർത്തിയെ കുറിച്ചാണ് ഏറ്റവും തെറ്റിദ്ധാരണ. നിങ്ങൾ ഡൽഹി പോയിട്ടുണ്ടോ? ഡൽഹിയിലെ മ്യൂസിയത്തിൽ എഴുതി വെച്ചൊരു വാചകം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം.
കേട്ടോളൂ. അതായത് ബാബർ ചക്രവർത്തി, മുസ്ലിമായ ബാബർ ചക്രവർത്തി മകനോട് പറയാണ്, ഇതാണോ നമുക്ക് ഈ സമ്മേളനത്തിൽ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കുക. മകനെ, ഹിന്ദുസ്ഥാൻ എന്ന ഈ രാജ്യം നാനാ മതങ്ങളുടേതാണ്. ഈ സാമ്രാജ്യം നമുക്ക് നൽകിയതിന് അള്ളാഹുവിന് നന്ദി പറയുക. എല്ലാ അഭിപ്രായ ഭിന്നതകളും ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയുക. ഓരോ സമുദായത്തോടും അതിൻ്റെ ആചാര മര്യാദകൾ അനുസരിച്ച് നീതി പുലർത്തുക. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിനും ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഗോവധം തടയുക. നമ്മുടെ സാമ്രാജ്യ പരിധിയിൽ ഒരാരാധനാലയവും ഒരു ക്ഷേത്രവും നശിപ്പിച്ചുകൂടാ. രാജാവിൻ്റെ നടപടിക്രമവും പ്രജകളുടെ നടപടിയിൽ രാജാവും സന്തുഷ്ടനാകുന്ന വിധത്തിൽ വേണം ഭരണം നടത്താൻ. അതിനുള്ള മാർഗം ആവിഷ്കരിക്കണം. കുലീനമായ നടപടികൾ വേണം ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കാൻ. അല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിലാവരുത്. വിവിധ ആചാര രീതികൾ പിന്തുടരുന്ന പ്രജകളെ ഒരുമിച്ച് നിർത്തുക. അടുത്ത വാചകം എന്തറിയോ? ഈ രാജ്യത്തിലെ ഒരവയവം രോഗബാധിതമാകാതെ കാത്തുകൊള്ളുക. ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിലെ വസിയത്തിന്റെ പൂർണ്ണ രൂപമാണ്. നിങ്ങൾക്കറിയോ, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന് പറഞ്ഞ് വിഷൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഒരു സമ്മേളനം നടത്തിയിരുന്നു കഴിഞ്ഞ കാലം. അതിലൊരു വാചകം എന്തറിയോ? 1000 പള്ളികൾ പൊളിക്കപ്പെട്ടാലും ഒരു അമ്പലത്തിന്റെ ചുറ്റുമതിലിൽ നിന്ന് ഒരു കല്ല് പോലും ഇളകരുത് എന്നാ. ഒരു കല്ല് പോലും ഇളകരുത്. അത്ര സൂക്ഷ്മമായിരിക്കണം നമ്മുടേത്. നമ്മൾ ഒരിക്കലും, അതായത് ഗാന്ധിജി പറയാണ്, ഗാന്ധിജിയുടെ ഉദ്ധരണിയാണ്, ഇവിടെ ജനിച്ചവരും ഇവിടെ നിന്ന് അപ്പം തിന്നുന്നവർക്കും സ്വന്തമായി രാജ്യമില്ലാത്തവർക്കും അവകാശപ്പെട്ടതാണ് ഹിന്ദുസ്ഥാൻ. അതുകൊണ്ട് ഹിന്ദുക്കളുടേതുപോലെ പാർസികൾക്കും ഇസ്രയേൽക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇതര അഹിന്ദുക്കൾക്കും ഇവിടെ അവകാശമുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഹിന്ദു രാജ്യം ഉണ്ടായിരിക്കുന്നതല്ല, ഇന്ത്യൻ രാജ്യം മാത്രമായിരിക്കും അത്. 1942 ഓഗസ്റ്റ് 9 ഹരിജൻസിൽ അദ്ദേഹം എഴുതിയതാണ്. എത്ര മനോഹരമാണ് ആ വാചകം. നേരെ മറിച്ച് ബ്രിട്ടീഷ് സൈന്യാധിപൻ പറഞ്ഞത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തെറ്റിച്ച് ഇവിടെ അധികാരം ഉറപ്പുവരുത്തണം എന്നതായിരുന്നു. ഒരു വാചകം കൂടി ഗാന്ധിജി പറഞ്ഞു. ഇന്ന് ഈ സമ്മേളനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതാണ്. ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിലാണല്ലോ എല്ലാ കാലത്തിലൂടെ പ്രശ്നം ഊതി വീർപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാചകമാണ്, സമുദായങ്ങളെയും വർഗങ്ങളെയും വിഭജിച്ച് ഭരിക്കുന്ന വിദേശ ഭരണം നിലനിൽക്കുവോളം കാലം ഈ സമുദായങ്ങൾ തമ്മിൽ ജീവസുറ്റ സൗഹൃദം ഉണ്ടാവില്ല. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ്, അവരുടെ മുഖം ഇവിടെ കാണുന്നതിന് മുമ്പ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും തമ്മിൽ കലഹിച്ചിരുന്നോ? നമ്മൾ പൊതുവെ സമാധാനത്തിനാണ് വസിച്ചിരുന്നത് എന്ന് ഹിന്ദു ചരിത്രകാരന്മാരും മുസ്ലിം ചരിത്രകാരന്മാരും നമ്മളെ പഠിപ്പിക്കുന്നു. ഗ്രാമത്തിൽ വസിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്നും കലഹിക്കുന്നില്ല. സ്വാതന്ത്ര്യം വിഭജനത്തിൽ പേജ് 249 നോക്കൂ. നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന അവസ്ഥ ഉണ്ടായത് അപ്പോഴാണ്. ഒരു വാചകം കൂടി ഞാൻ പറയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരീക്ഷിക്കുന്ന ഒരു പ്രധാന കാര്യം, അതുപോലെ രാമചന്ദ്ര ഗുഹയെ പോലെയുള്ളവർ നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്. അതായത് അഭയാർത്ഥികളായി പോയാൽ ഇവിടുന്ന് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആര് നാട് വിട്ടുപോയാലും അതിൻ്റെ ഒരു അവസ്ഥ വിവരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. കേട്ടോളൂ, അതുകൊണ്ട് ഞാൻ വായിച്ച് കളിപ്പിച്ചുതരാം. കാരണം നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ ആദർശം എന്തും ആവട്ടെ, ഏത് ആദർശം ആവട്ടെ, പക്ഷെ ഇന്ത്യ ഒന്നാണ്. കാരണം എന്താ അറിയോ, ഈ അറബിക്കടലിൽ ഒരുപാട് കപ്പൽ വരാറുണ്ട്. സൗദി അറേബ്യൻ്റെ കപ്പൽ, അതിൽ അറബികൾ മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ പിന്നെ നമ്മുടെ വത്തിക്കാന്റെ കപ്പൽ, അതിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടാവുക. ഇസ്രയേലിന്റെ കപ്പൽ, അതിൽ ജൂതന്മാർ മാത്രമേ ഉണ്ടാവുക. ചൈനയുടെ കപ്പൽ, അതിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഉണ്ടാവുക. എന്നാൽ ഇന്ത്യയുടെ കപ്പലിന്റെ പ്രത്യേകത എന്താ അറിയോ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവരും എല്ലാവരും ഉണ്ട്. ആ കപ്പൽ മുങ്ങാൻ പാടില്ല. ആ കപ്പലിന് ദ്വാരം വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും കൂടി ചേർന്ന്. മതഭ്രാന്തന്മാരായ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നാമധാരികൾ ആരോ ആവട്ടെ, അവരൊക്കെ നമ്മുടെ രാജ്യത്തെ മുക്കാൻ ശ്രമിക്കുകയാണ്. ഇനി കേട്ടോളി, ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ബഹുജന കുടിയേറ്റ കുടിയിറക്കമായിരുന്നു അത്, സംശയമില്ല. അറിയപ്പെടുന്ന ചരിത്രത്തിൽ ഒരിടത്തും ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇത്ര കുറഞ്ഞ നാളുകൾക്കിടയിൽ മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയ ലോകത്ത് നടന്നിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അമേരിക്ക പറയുന്നത് അറിയോ? ഇവിടെ എങ്ങാനും ഒരു പിളർപ്പുണ്ടായാൽ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർക്ക് രാജ്യമില്ലാതാവുന്ന, പാകിസ്ഥാനുമില്ല, ബംഗ്ലാദേശുമില്ല, ഒന്നുമില്ല, ഇന്ത്യയില്ല, കോടിക്കണക്കിന് മനുഷ്യർ. ഇത് ഹിറ്റ്ലറിനെ പോലെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. പാലായനം ഉണ്ടായുള്ള ഇന്ത്യയുടെ അവസ്ഥ കേട്ടോളിങ്ങൾ. അവർ ചൂടിലൂടെ, മഴയിലൂടെ, പ്രളയത്തിലൂടെ, പഞ്ചാബിലെ കുത്തുന്ന തണുപ്പിലൂടെ ഇന്ത്യൻ തായ്വരകളിൽ താഴ്ന്നു തൂങ്ങിക്കിടക്കുന്ന ഭയവും വിയർപ്പും മനുഷ്യമലവും അഴുകിയ ശരീരവും പൊടിയും എല്ലാം കൂടിക്കുഴഞ്ഞ ഗന്ധം, പകയുടെ കാർമേഘങ്ങൾ നീങ്ങി മരണപ്പെട്ട പട്ടിക വായിച്ചപ്പോൾ
5 ലക്ഷത്തിലധികം ആ ബോർഡറിൽ മരിച്ചു കിടക്കുന്നു. ആളുകളുടെ പേരുകൾ ആകെ മരവിച്ചു നിന്ന രാഷ്ട്രത്തിലൂടെ അലയടിച്ച് വെടിയേറ്റ് വാൾവട്ടേറ്റ് കടാരിയുടെ കുത്തേറ്റ് കത്തിവര കൊണ്ട് പകർച്ചവ്യാധികൾ പിടിപെട്ട് ഈ യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്നറിയോ ഏറ്റവും വലിയ പകർച്ചവ്യാധി ഇപ്പോൾ പലയിടത്തും അനുഭവിക്കുന്ന പോലെ. എന്നിട്ട് പറയാണ് കൊള്ളയടിക്കപ്പെട്ട് തങ്ങളുടെ നോട്ടങ്ങൾ ഒന്ന് നോക്കിക്കണ്ട് അതിന്റെ വേദന അത്രയും ഉൾക്കൊണ്ട് വെറുതെ നിലത്ത് ചരിഞ്ഞു വീണ് മരിച്ച നല്ല പരിശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നു. യുക്തി അവസാനിക്കുകയും മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കുകയും ചെയ്താൽ പിന്നെ ജീവിതം എന്തിന്? നിങ്ങളുടെ കുഞ്ഞിനെ കുന്തമണിയിൽ നിന്ന് വലിച്ചൂരാൻ നിങ്ങൾക്ക് എവിടെ താല്പര്യം? നിങ്ങളുടെ കാമുകനെ ആ കലങ്ങിയ കിണറിൽ നിന്ന് വലിച്ചെടുക്കാൻ നിങ്ങൾക്ക് എവിടെ സമയം? ഇതാണ് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ സ്കൂളിൽ പഠിച്ച് ഒരേ സ്കൂൾ വളർന്ന് ഒരേ സ്ഥാപനത്തിൽ ഉദ്യോഗം ചെയ്ത് നമ്മളൊക്കെ വേർപെട്ടു പോകുന്നൊരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 5 പോയിന്റ് കൂടെ പറഞ്ഞ് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും മൗലാന മുഹമ്മദ് അലി ജൗഹർ അദ്ദേഹം പറയാണ്, കുത്തബ് മിനാറിന്റെ മുകളിൽ ഒരു മാലാക വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാണോ വേണ്ടത്, ഹിന്ദു മുസ്ലിം ഐക്യപ്പെടുകയാണോ വേണ്ടത്? എന്നോടൊരു മലക്ക് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യ സ്വതന്ത്രമാവണ്ട, പക്ഷെ ഹിന്ദു മുസ്ലിമും ഒറ്റക്കെട്ടാവണം, അവരൊരിക്കലും ഭിന്നിക്കരുത്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ പറഞ്ഞതോ, ഇന്ത്യയുടെ ജ്വലിക്കുന്ന 2 കണ്ണുകളാണ് ഹിന്ദുവും മുസ്ലിമും. നമ്മൾ ഈ രാജ്യത്തിന്റെ കണ്ണുകളാണ്. ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് പങ്കില്ലേ? ജാലിയൻ വാലാബാഗിൽ മരിച്ചത് മുസ്ലിങ്ങളല്ലേ? 95,000 പേര് മരിച്ച കൂട്ടത്തിൽ 65,000 മുസ്ലിങ്ങളല്ലേ? വാഗൻ ട്രാജഡിയിൽ മരിച്ചവരിൽ മുസ്ലിങ്ങളില്ലേ? കലാപാനിയിൽ മരിച്ചവർ മുസ്ലിങ്ങളില്ലേ? ഫാദർ പറഞ്ഞു 2 ജലപ്രളയം. നിങ്ങൾ ആലോചിച്ച് നോക്കും, മൻഹോളിൽ മരിച്ച നൗഷാദ്, ഒരു ഓട്ടോ ഡ്രൈവർ, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി തൻ്റെ മതത്തിൽപ്പെടാത്തവർക്ക് വേണ്ടി മരിച്ച നൗഷാദിൽ എന്ത് വർഗീയത നിങ്ങൾ കണ്ട്? തൻ്റെ ഡ്രസ്സ് മുഴുവൻ എടുത്തു കൊടുത്തപ്പോൾ ഇത് ഹിന്ദുവിന് മാത്രമെന്ന് പറഞ്ഞോ. താനൂർക്കാരൻ ജയ്ശൽ, ഞാൻ കണ്ടൊരു ചെറുപ്പക്കാരനാ, ഈ ജയ്ശൽ പുറം വെച്ചു കൊടുത്തപ്പോൾ ആമിനത്താത്ത മാത്രം കയറിയാൽ മതി, സുമതി ചേച്ചി കയറണ്ടെന്നാ പറഞ്ഞ്. മനുഷ്യരായി പിറന്നവർ എങ്കിൽ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? MA യൂസുഫ് അലി ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തത് വലിയ പങ്ക് വഹിച്ചൊരു മുസ്ലിമാ. ഫിറോസ് കുന്നുംപറമ്പിൽ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനാ. ജാതി മതം നോക്കിയ മദർ തെരേസ ജാതി മതം നോക്കിയ ആണോ? നമ്മളാരും ജാതി മതം നോക്കിയിരുന്നോ? മതമുണ്ട്, നമുക്ക് ഉറപ്പാണ്, അത് വേണം താനും. പക്ഷേ മതങ്ങൾ മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, മനുഷ്യനെ ഒന്നിപ്പിക്കാനാണ്. അതാവണം. എനിക്ക് പറയാനുള്ള 4 പോയിന്റിൽ ഒന്ന് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനത്തിലായി പോകുന്നുണ്ട്. ഞാൻ ഓച്ചിറ ടെമ്പിളിൽ 2 തവണ പ്രസംഗിച്ച ആളാ. ഓച്ചിറ ടെമ്പിളിൽ ചെന്നപ്പോൾ ഒരമ്മ, അറവുകാട് ക്ഷേത്രത്തിൽ പോകും, ഒരമ്മ എൻ്റെ കാറിൽ പാഞ്ഞു കയറി. ആ അമ്മയുടെ മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ അമ്മ കരയുകയായിരുന്നു. 250 അച്ഛനമ്മമാരുണ്ട് ഓച്ചിറ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ. മക്കൾ ഉപേക്ഷിച്ചതാ. ഭീമാപള്ളി പോയി, അവിടെ ഉണ്ട് ബാപ്പയമ്മേ അല്ലേ? വാർദ്ധക്യ സന്ധിയിലവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു. ആരായി അച്ഛനും അമ്മയും? ആലോചിക്കേണ്ടതുണ്ട്. കമലാദാസ്, മാധവിക്കുട്ടി, അവർക്ക് നെയ്പായസം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. നെയ്പായസം. ആ ലേഖനത്തിൽ ഒരമ്മയെ പറ്റി പറയുന്നുണ്ട്, ഒരു ഭാര്യയെ പറ്റി പറയുന്നുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും എല്ലാം വെച്ചു കൊടുത്തു, മക്കൾക്കൊക്കെ വെച്ചു കൊടുത്തു, ഭർത്താവിന് വെച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. അങ്ങനെ അവര് ഭർത്താവും മക്കളൊക്കെ പോയാൽ വീട്ടുജോലിയിൽ വ്യാപൃതരാകും. ആ വീട്ടുജോലിക്കിടയിൽ അവർ മറിഞ്ഞു വീണ് മരിച്ചു. ഭർത്താവ് വന്നപ്പോൾ കാണുന്ന അതാണ്. ഭർത്താവ് അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അവർ 1.5 മണിക്കൂർ മുമ്പ് മരിച്ചിരിക്കുന്നു. അങ്ങനെ ഗദ്ഗതകണ്ഠനായി ജീവിതത്തിൽ ഒരിക്കലും അടുക്കളയിൽ കയറാത്ത ആളാണ് ഈ പുരുഷൻ. അയാൾ അടുക്കളയിൽ മക്കൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിൽ കയറി നോക്കുമ്പോൾ ഒരു അത്ഭുതം കണ്ടു. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ആ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പാത്രത്തിലും ഭക്ഷണം ഉണ്ടാക്കി, നെയ്പായസം വരെ ഉണ്ടാക്കി ആ അമ്മ വെച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ സ്വന്തം ജീവിക്കാൻ മറന്നുപോയ അമ്മമാർ. അതെ, വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, എൻ്റെ സമയമായി. വൈക്കം മുഹമ്മദ് ബഷീർ 9 വർഷം നാട് വിട്ടുപോയി. 9 വർഷം ആ ഉമ്മ എന്നും കരഞ്ഞ് കാത്തുന്നു. 9 വർഷത്തിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീർ വന്നു. 9 വർഷത്തിന് ശേഷം ഉമ്മ നിസ്കരിക്കുകയായിരുന്നു. നിസ്കാരം വീട്ടി ബഷീറിനെ കണ്ട ആഹ്ലാദത്തോടെ കെട്ടിപ്പിടിച്ചു, ഒരുപാട് കരഞ്ഞു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുണ്ട്, ഭക്ഷണം വേണം. അപ്പോൾ ആ ഉമ്മ പറയാണ്, മോനെ ആ വിളക്കിൻ്റെ ചുവട്ടിൽ നിനക്കുള്ള ഭക്ഷണമാണ്. ബഷീർ കൗതുകത്തോടെ ചോദിച്ചു, ഞാൻ ഇന്ന് വരുമെന്ന് എൻ്റെ അമ്മയോട് ആര് പറഞ്ഞു, എൻ്റെ ഉമ്മയോട് ആര് പറഞ്ഞു? അപ്പം അമ്മ പറയാണ്, മോനെ നീ പോയ ആദ്യ ദിവസം നിനക്ക് വേണ്ടി ഞാൻ ചോറ് വെച്ചു, 2ാമത്തെ ദിവസം വെച്ചു, 3ാമത്തെ ദിവസം വെച്ചു, 9 കൊല്ലം വെച്ചു. നീ വരാതിരുന്നാൽ പിറ്റേന്ന് രാവിലെ വരെ ഞാൻ പട്ടിണി കിടക്കും, രാവിലെ ഞാൻ എടുത്ത് കഴിക്കും. 9 വർഷമായി മോനെ നിന്നെ ഈ ഉമ്മ സ്നേഹിച്ച് കാത്തിരുന്നു. അതാണ് ഉമ്മ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അച്ഛനോടും അമ്മയോടും ചേ എന്ന് പറയരുത്, തോന്നിയാസം പറയരുത്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം.
ഈ ക്ഷേത്ര സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മദ്യപിച്ച് മയക്കുമരുന്നിന് അടിമപ്പെട്ട് പല തോന്നിവാസികൾ വ്യാപൃതരായി അച്ഛനമ്മമാരെ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാത്തവരായി ഒരിക്കലും നമ്മൾ വരാൻ പാടില്ല. പ്രവാചകന്റെ വാചകം റിലല്ലാഹി ഫീ റിലൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിൻ്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ദൈവത്തിൻ്റെ തൃപ്തി. അയൽവാസിയായ ഭാസ്കരൻ മുസ്ലിമായ എന്നെക്കുറിച്ച് നിർഭയനാകാതെ ഞാൻ മുസ്ലിം ആവില്ല എന്നാ. എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കാത്ത ഞാൻ മുസ്ലിം ആവില്ല. അത്ര വലിയ സ്നേഹബന്ധം, അത്ര വലിയ മനുഷ്യബന്ധം പ്രവാചകൻ പഠിപ്പിച്ചു. അതേ, എല്ലാ രംഗത്തും ഭരണത്തിലും നീതിയിലും ന്യായത്തിലും ലോകത്ത് ക്രൈസ്തവർ മുസ്ലിം ഭരണാധികാരികൾ കത്തുവരെ അയച്ചു. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് നിങ്ങളിവിടെ കീഴ്പ്പെടുത്തി നീതി നടപ്പാക്കൂ എന്നുവരെ പറയുന്ന ചരിത്രത്തിലെ യശോധവളമായ ഘട്ടം. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഐക്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വിളനിലമായി നമുക്കിതിനെയൊക്കെ മാറ്റണം. അമ്പലത്തിൽ നിന്നുള്ള ശങ്കുലിയും ചർച്ചിൽ നിന്നുള്ള മണിയടിയും പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലിയും ഒന്നിച്ച് മേളിക്കുന്ന ഒരു ലോകം, അല്ലാതെ പരസ്പരം നമ്മൾ കലയിക്കുന്ന ഒരു ലോകമല്ല. തട്ടമിട്ട ഉമ്മയുടെയും പൊട്ടുതൊട്ട അമ്മയുടെയും ലോകം. എല്ലാ മക്കളും ഒരേപോലെയാണ്. അങ്ങനെ സൗഹൃദത്തിലും ഐക്യത്തിലും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം ഞാൻ കൂടുതലെടുത്തു. അതൊരു നല്ല കാര്യത്തിനായി കരുതി നിങ്ങൾ ക്ഷമിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും എന്നെ ക്ഷണിച്ചതിനും എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ദൈവത്തെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കണം. സ്വർഗ്ഗ നരകങ്ങളുണ്ടെന്ന് ഭഗവത്ഗീതയുടെ 2:32 പറയുന്നു. ഈശാവാസ്യോപനിഷത്തിലെ 12 പറയുന്നു സ്വർഗ്ഗ നരകമുണ്ടെന്ന്. ഖുർആനും സ്വർഗ്ഗ നരകമുണ്ടെന്ന് പറയുന്നു. നന്മ ചെയ്യുക, നന്മ ചെയ്യുക, നന്മ ചെയ്യുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, എല്ലാവർക്കും ഉപകാരമാകുക. അവരിന് ഉപകാരമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥമാകുന്നത്. അങ്ങനെ മനുഷ്യരെ മുഴുവനും ആദർശത്തിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയട്ടെ. ആ നിലക്ക് മാനവിക സൗഹാർദ്ദം ഉയരട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകെട്ട് നിങ്ങൾക്കെല്ലാം അഗൈതവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.